ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷായി കേട്ടോ. എന്നിട്ട് ഞാനൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊറിയർ പൊറിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് മറ്റൊരു കയ്യിൽ കൊറിയർ പൊട്ടിക്കാൻ ഭയങ്കര പാടായിരുന്നു ഗൈസ്. ഒരുപാട് നേരത്തെ പരിശ്രമത്തിലൂടെയാണ് ഞാൻ പൊളിച്ച് കഴിഞ്ഞത്. സോ എനിക്ക് കവറിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഞാനല്ല ഓർഡർ ചെയ്തതിക്കേനു. വളരെ എക്സൈറ്റ്മെൻറ്റോടെ കൂടി തുറന്നതാണ്. പക്ഷേ എങ്കിൽ പെൻ ഡ്രൈവർ എന്തോ ഇക്കാൻ്റെ സാധനമാണ്, ചാർജ് കുത്തുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ ഉമ്മയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയിരുന്നു ഗൈസ്. അപ്പോഴെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് ബിരിയാണി ചെമ്പാണ്. വീട്ടിലേക്ക് 1-2 ബിരിയാണി ചെമ്പൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു. സഫാരി പെരിങ്ങത്തൂർ സഫാരി സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ പോയത്. അവിടെ കാര്യമായ ഓഫറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് 2 ബിരിയാണി ചെമ്പും ഫ്രൈ പാനും ഒരു കേസറോള് അങ്ങനെ കുറച്ച് കിച്ചൺസിന് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എടുത്തിട്ടില്ല. എങ്ങനെയുണ്ടെന്നൊക്കെ പൊളിച്ച് നോക്കുന്നുണ്ടായിരുന്നു ബിരിയാണി ചെമ്പ്. അന്നേരം അടുത്താണ്. പിന്നെ ഞാൻ വാങ്ങിച്ച സാധനമൊന്നും വേറെ ഇവിടെ കൊണ്ടുപോയതുകൊണ്ട് ഞാനതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല. അവിടെ കുറേ കേസറോളിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നിന്നൊരു കേസറോളാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ പ്ലേറ്റ്സൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്താണ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ പോയ സ്ഥിതിക്ക്. അവിടെ ക്ലോക്സും കുറേ കുപ്പി ജാറ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എന്നിട്ടുണ്ടായിരുന്നത്. കുറേ കപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ കപ്പൊക്കെ നോക്കിയിരുന്നു. അപ്പോഴാണ് എനിക്ക് കണ്ടത് ഫ്രണ്ട്ഷിപ്പ് ഡേൻ്റെ ഒരു കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗിഫ്റ്റാണ് കേട്ടോ ഗൈസ്. ഫ്രണ്ട്സിന് ബർത്ത്ഡേക്ക് ഫ്രണ്ട്ഷിപ്പ് ഡേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കണ്ടത് ടീച്ചേഴ്സ് ഡേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഗിഫ്റ്റാണ് കേട്ടോ. നിങ്ങളും ടീച്ചേഴ്സ് ഡേക്കും ടീച്ചേഴ്സിന് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളിതുപോലെ ഗിഫ്റ്റൊക്കെ കൊടുക്കണം കേട്ടോ. പിന്നെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതാ സ്വർണ്ണത്തിൻ്റെ കളറുള്ള കേസറുകൾ കണ്ടാൽ നല്ല രസമുണ്ടല്ലേ കാണാൻ. അതുപോലെ കുറേ കേസറുകളുണ്ടായിരുന്നു. പിന്നെ ഇതാ നല്ല രസമുള്ള ഒരു കീ ചെയിൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ ഞാനതെടുത്ത് അവിടെ തന്നെ വെച്ചു. പിന്നെ ഇതാ നല്ല വൈറ്റ് കളറിലുള്ള നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ ആ കേസറുകളൊക്കെ. പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോവുകയാണെങ്കിൽ പെരിങ്ങത്തൂർ സഫാരി മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾക്ക് വാങ്ങിച്ചാലോ. ഇത് ക്യൂട്ടായിട്ടില്ല, ചെറിയ കുഞ്ഞു പാത്രമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഒരുപാട് ജാറുണ്ടായിരുന്നു കേട്ടോ ഗ്ലാസിൻ്റെ. അതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഗൈസ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കാമല്ലോ. പിന്നെ ഉപ്പ് പഞ്ചസാര അങ്ങനെയൊക്കെ ഇട്ടേക്കുന്ന അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ അടിപൊളി കുറേ വ്യത്യസ്ത തരം വലിപ്പത്തിലും കളറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ജാറ്. പിന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കും. അതുപോലെ തന്നെ എസ്തെറ്റിക്സ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അത്യാവശ്യം മോശമില്ലാത്ത വാട്ടർ ബോട്ടിലാണ്. പിന്നെ മസാലയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു അടിപൊളി കുറേ ജാറുണ്ടായിരുന്നു കേട്ടോ. ജാറല്ല, ഹൽവ അങ്ങനത്തെ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ ചെയ്ത് നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ കുറേ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫേസ് വാഷ് സിറം അങ്ങനത്തെ എന്തെല്ലോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വെറുതെ വീഡിയോ എടുത്തു, ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ അതൊക്കെ ഉണ്ടോ ഡോഗിൻ്റെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വെറുതെ വീഡിയോ എടുത്തു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിച്ചോളൂ. അപ്പോൾ ഓൺലൈനിലൊക്കെ ആയിട്ട് വാങ്ങിക്കുന്നല്ലേ. അപ്പോൾ പിന്നെ ഡോംസിൻ്റെ കുറേ ബ്രഷ് പെന്നും അതുപോലെ തന്നെ ക്രയോൺസ് സ്കെച്ച് പെന്ന് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഡോംസിൻ്റെ. അപ്പോൾ അതൊക്കെ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു. ക്രാഫ്റ്റ് ഐറ്റം ചെയ്യുന്നവർക്കും പിന്നെ അസൈൻമെൻറ്റ് പ്രോജക്റ്റ് അങ്ങനെയൊക്കെ ചെയ്യാൻ ഇങ്ങനെയുള്ള ബ്രഷ് പെന്നും ഡോംസിൻ്റെ നല്ലൊരു ഇതാണ് കേട്ടോ ഡോംസ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യുന്നവരാണെങ്കിലും സ്കൂൾ കുട്ടികൾക്കൊക്കെ അസൈൻമെൻറ്റ് പ്രൊജക്റ്റ്
കോളേജിൽ പോകുന്നവർക്കും അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് ഡോംസിൻ്റെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഡോംസിൻ്റെ എല്ലാ കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. ബ്രഷ് പെന്ന്, സ്കെച്ച് പെന്ന്, ക്രയോൺസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറേ വെയർ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വെറുതെ വീഡിയോ എടുത്തു. കുറേ പെയിൻറ്റിങ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ പേപ്പേഴ്സ്, ബുക്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കാര്യമായിട്ടൊന്നും ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് അവിടെ ഇല്ല എങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വെറുതെ അങ്ങ് വീഡിയോ എടുത്തതാണ് കേട്ടോ ഗൈസ്. പിന്നെ കുറേ വലിയ വലിയ ഭരണികളാണ് ഉണ്ടായത് കേട്ടോ. കളേഴ്സായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ഭരണികളായിരുന്നു. പിന്നെ കപ്സും അതുപോലെ തന്നെ കുറേ വ്യത്യസ്ത തരം ഗ്ലാസ്സുകളും കട്ടൻ ചായയൊക്കെ കുടിക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു കപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. വ്യത്യസ്തമായ മോഡലുള്ളത് കൊണ്ട് ഞാൻ വെറുതെ അങ്ങ് വീഡിയോ എടുത്തു. ഇത് പുഡിങ്ങൊക്കെ ഇട്ട് വെക്കാൻ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ, പുഡിങ്ങൊക്കെ ഇട്ട് വെക്കാനായിട്ട്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വെറുതെ ഇട്ടതാണ് കേട്ടോ. പിന്നെ കുറേ വ്യത്യസ്ത തരം ഗ്ലാസും ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസൊക്കെ കഴിക്കാൻ നല്ല ഗ്ലാസ് ഉണ്ടായിരുന്നു. കുറച്ച് വലിയ ഗ്ലാസ്, ജ്യൂസ് കഴിക്കാൻ പറ്റിയ ഗ്ലാസ്സാണ് കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പ്ലേറ്റ്സും കാര്യങ്ങളും, പിന്നെ കുറേ കോംസ് ഉണ്ടായിരുന്നു കേട്ടോ. മോഡലിലുള്ള കുറേ ചീർപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കാര്യമായിട്ട് അവിടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറേ ഫ്ലവേഴ്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ താഴെ കുറച്ച് ഫ്രെയിംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതും എടുത്തു. പിന്നെ കാര്യമായിട്ട് അവിടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഭർത്താൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അവിടെ കുറേ പർദ്ദ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു പർദ്ദ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ അവിടെ നിന്ന് ഉള്ള പർദ്ദ കളക്ഷൻസൊക്കെ കാണിക്കാം. ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന പർദ്ദ കളക്ഷൻസ്. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ജസ്റ്റ് അവിടെ പോയപ്പോൾ കുറച്ച് വീഡിയോ എടുത്തു. അവിടെ മാക്സി, ഡ്രസ്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഈ കളക്ഷനിലുള്ള ഒരെണ്ണമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് പിന്നെ കാണിച്ചു തരാം. സോ അവിടെ കുറച്ച് മാക്സി ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വീഡിയോ ചെയ്തു. സോ ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന പർദ്ദാസ് കളക്ഷന്. പിന്നെ അവിടെ ഉണ്ട്, ഇതിൽ ഗ്രീനാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് ആണ് ഫിഷ് കട്ട് എന്നാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡായിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജാണ് കേട്ടോ ഇത്. ജിബ പർദ്ദാസ് എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോണേ. അവരുടെ പർദ്ദാസ് കളക്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് ഒരു ഷാമിട്ട് കുളിക്കുകയാണ് ചെയ്തത്. വേഗം വന്നിട്ട് കുളിച്ചു. സോ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു, കുളിച്ചു. എന്നിട്ട് ഞാൻ വാങ്ങിയ പർദ്ദ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച പർദ്ദ. ഇങ്ങനെയുണ്ട്. ഇത് ബ്ലാക്ക് കളറാണ് കേട്ടോ ഞാൻ ആദ്യം നോക്കിയത്. പക്ഷേങ്കിൽ ഇത് ബ്ലാക്ക് പോലെയാണ് കാണുന്നുള്ളത്. ഇത് ഗ്രീനാണ് കേട്ടോ, ഒരു മൈലാഞ്ചി പച്ച കളറാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പർദ്ദ. നല്ല കംഫർട്ടായിട്ട് യൂസാക്കാൻ പറ്റുന്ന, നമുക്ക് ഡ്രസ്സിനൊക്കെ പകരമായിട്ട് യൂസാക്കാൻ പറ്റുന്ന നല്ലൊരു പർദ്ദയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. സോ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നിങ്ങൾ. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കൈ ആയിരുന്നു കേട്ടോ, ഹാൻഡ് വർക്ക്. അത് ഹാൻഡിലുള്ള ആ നെറി വന്നിട്ടുള്ള സാധനം, അത് ബ്ലാക്കിൽ കുറച്ച് ചെറുങ്ങനായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വാങ്ങിച്ചു. ഗ്രീൻ കളറായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. എനിക്കിതിൻ്റെ കൈ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ കോളേഴ്സൊക്കെ വന്നിട്ട് ബട്ടൺസൊക്കെ ഫ്രണ്ടിൽ ബട്ടൺസിലൊക്കെ ആയിട്ടുള്ള പർദ്ദയാണ്. പിന്നെ ഒരു ജേഴ്സി ഹിജാബും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പർദ്ദാസിന് വരുന്നത് 90-50 ആണ് കേട്ടോ. ഷാളിന് 218 അങ്ങനെ എന്തോ വരുന്നു. മൊത്തത്തിൽ എനിക്ക് 1300 ആയിട്ടുണ്ട്, 1300 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷാള് ഞാൻ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാമല്ലോ. ഞാൻ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഷാളിന് വാങ്ങിയത്.
ആദ്യം ഞാൻ ജേഴ്സി ഹിജാബ് എടുക്കുമ്പോൾ 300 ഒക്കെ എന്നോട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 250 ഉണ്ട്, പക്ഷേങ്കിൽ അത്ര ക്വാളിറ്റി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, 2 ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ തന്നെ കണ്ടതാണ് ഓർഡർ. പിന്നെ ഞാൻ കുളിച്ചിട്ടെല്ലാം കഴിഞ്ഞിട്ട് പൊളിക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ അവിടെ വെച്ചതായിരുന്നു. അപ്പോൾ ഇത് എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, നല്ല പ്രൊട്ടക്ഷനിലാണ് അവർ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് പൊളിച്ച് എടുക്കാൻ നല്ല പാടായിരുന്നു ഗൈസ്. ഞാൻ ഒരുപാട് നേരത്തെ പരിശ്രമത്തിലൂടെയാണ് അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് ഞാൻ പൊളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് വല്ല ഐഡിയ ഉണ്ടായിരുന്നില്ല. പൊളിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലായത്. ഞാനല്ല, ഇക്കയായിരുന്നു ഓർഡർ ചെയ്തത്. ഇക്കാനോട് ഞാൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇക്ക ഓർഡർ ചെയ്തു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ വന്നിട്ട് പൊളിച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ഞാൻ വേറെന്തോ ഓർഡർ ചെയ്തതാണെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പൊളിക്കുമ്പോൾ. എന്തായിരുന്നെന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല ഗൈസ്. എനിക്ക് ഓർമ്മയില്ലായിരുന്നു, ഓർഡർ ചെയ്തത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റ്മെൻറ്റ് കൂടിയാണ് പൊളിച്ചത്. പക്ഷെ പൊളിക്കാൻ നല്ല പാടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഫൈനലി ഞാനത് പൊളിച്ചു. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് കാണണ്ടേ. അപ്പോൾ നമ്മൾക്ക് അൺബോക്സിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഗൈസ്. അതാ ഒലീവ് ഓയിലാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒലീവ് ഓയിൽ നല്ല ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. നല്ല റേറ്റും ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഇത് കുറച്ച് ഓഫറിലാണ് കിട്ടിയത്. പക്ഷേ കൊള്ളാം കേട്ടോ. ഇതിൽ പാചകമൊക്കെ ചെയ്ത് നോക്കണം. പിന്നെ ഫ്ലിപ്കാർട്ടിൽ വേറൊരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നതായിരുന്നു. ഇതെനിക്ക് എന്തായിരുന്നെന്ന് നല്ല ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പേടിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പൊളിക്കുമ്പോൾ ഞാൻ ഷോപ്പിൽ പോയിട്ട് ആകുമ്പോൾ വീഡിയോ ചെയ്തിട്ടില്ലേ, അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ക്വാളിറ്റിയിൽ കിട്ടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഐ ആം വെരി ഹാപ്പി ഗൈസ്. ഞാൻ വിചാരിച്ചതിലും നല്ല പ്രോഡക്റ്റാണ് എനിക്ക് കിട്ടിയത്. ഇതിന് യൂസ് ആക്കിയിട്ടാണ് ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ കറക്റ്റായിട്ട് പറയാൻ. പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ചതിലും മേലെ നല്ലൊരു സാധനമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞാനത് പൊളിക്കുമ്പോൾ. ഇങ്ങനെ ഉണ്ടാവും, അടിപൊളിയായിരിക്കും എന്നൊക്കെ വെച്ചിട്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല പ്രോഡക്റ്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് 200 ഉണ്ട്, പക്ഷേ ഇതിൽ 179 അങ്ങനെ എന്തോന്നാണ്, ഈ റേറ്റിനാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായത്. ഓൺലൈനിൽ വാങ്ങുമ്പോൾ സാധാരണ എല്ലാത്തിനും കുറച്ച് റേറ്റ് കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഓൺലൈനിൽ വാങ്ങുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ ഒരുപാട് പരിശ്രമത്തിലൂടെ ഞാൻ തുറക്കുകയാണ് ഗൈസ്. എനിക്ക് തുറക്കാൻ ഭയങ്കര പാടായിരുന്നു, പൊളിക്കാൻ. അങ്ങനെ ഫൈനലി ഞാൻ പൊളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒന്നുമല്ല, നമ്മൾ വാങ്ങിച്ചത് ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ് കേട്ടോ. പേസ്റ്റൽ കളർ വരുന്ന നല്ലൊരു ബ്രഷ് പെന്നാണ്. അടിപൊളിയായിരുന്നു ഗൈസ്, എനിക്കൊന്നും പറയാനില്ല. ഞാൻ വിചാരിച്ചതിലും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഡോംസിൻ്റെ നല്ല പേസ്റ്റൽ കളറിലുള്ള ബ്രഷ് പെന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫൈനലി ഞാനത് പൊളിച്ചു ഗൈസ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനമാണ് കേട്ടോ. ഞാൻ എപ്പോഴൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും ഡോംസിൻ്റെ ബ്രഷ് വാങ്ങിച്ചു തരുമോ, ബ്രഷ് പെന്ന് വാങ്ങിച്ചു തരുമോ എന്ന്. എനിക്ക് അങ്ങനെ ഫൈനലി കൂട്ട് ചെയ്ത് വാങ്ങിച്ചു തന്നു. ഐ ആം വെരി എക്സൈറ്റഡ് ഗൈസ്. ഇതിൽ 12 കളേഴ്സ് കൂടാതെ 2 എക്സ്ട്രാ കളേഴ്സും കൂടി ഉണ്ടായിരുന്നു ഗൈസ്. ഓഫറായിട്ട് എന്താണെന്നറിയില്ല, 2 വൈറ്റും ഗ്രേയും അവിടെ 2 എക്സ്ട്രാ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കളേഴ്സൊക്കെ നന്നായിട്ട് നോക്കി. പേസ്റ്റൽ കളർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി, നല്ല ക്വാളിറ്റിയിലുള്ള കളേഴ്സായിരുന്നു. അപ്പോൾ ഞാനതിൽ നിന്ന് വൈറ്റും ഗ്രേയും ഒക്കെ എടുത്ത് നോക്കി.
12 കൂടാതെ എക്സ്ട്രാ 2 കൂടി ഉണ്ട്. അപ്പോൾ വൈറ്റും ഗ്രേയും ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഇതിനെ യൂസ് ചെയ്തിട്ട് ഞാൻ കറക്റ്റായിട്ട് റിവ്യൂവും ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുതരാം. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും ഇതിന് യൂസ് ആക്കുമ്പോൾ. സോ അതൊക്കെയാണ് ഞാൻ ഇന്ന് ഓർഡർ ചെയ്ത 2 ഐറ്റംസ്. ഇന്നല്ല, ഒരാഴ്ച 2 ആഴ്ചയായി ഗൈസ് ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ അവിടെ ഡോംസിൻ്റെ ബ്രഷ് പെന്ന് വാങ്ങാത്തതിൽ എനിക്ക് സങ്കടം ഉണ്ടായിട്ടായിരുന്നു. അവിടെ ഉണ്ടെക്കാളും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അവിടെ പേസ്റ്റൽ കളറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പേസ്റ്റൽ കളറ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല സാധനം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ.